ഒരുപക്ഷെ റീഫോം പാർട്ടിയുടെ കുതിപ്പ് കണ്ടിട്ട് തന്നെ ആയിരിക്കണം ലേബർ പാർട്ടി വിപ്ലവകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഉണ്ടാക്കിയ പുകയിലെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. നെറ്റ് ഇമിഗ്രേഷൻ നിരക്ക് പകുതിയായി കുറഞ്ഞു എന്നുള്ള വാർത്ത ഇതിന് കൂടുതൽ ഊർജ്ജം പകരുന്നതാണ്. ഇപ്പോൾ ലേബർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡ് പോലെയുള്ള ഡിജിറ്റൽ കാർഡാണ് ബ്രിഡ് കാർഡ്. അതായത് ഒരു പുതുപുത്തൻ ദേശീയ ഡിജിറ്റൽ സംവിധാനം. UK താമസിക്കുവാനും ജോലി ചെയ്യാനും അവകാശമുള്ള എല്ലാവർക്കും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്പ്. അതാണ് ലേബർ പാർട്ടി വിഭാവനം ചെയ്യുന്ന പുതിയൊരു ബ്രിഡ് കാർഡ് എന്ന് പറയുന്നത്. തൊഴിലുടമകളും അല്ലെങ്കിൽ വാടകയ്ക്ക് വീട്ടെടുക്കുമ്പോൾ അങ്ങനെയുള്ള സമയത്തെല്ലാം നമുക്ക് അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ ആപ്പ് വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കാനും ബ്രിട്ടീഷ് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ ഒരു പുതിയ സംവിധാനം എന്നാണ് ലേബർ അവകാശപ്പെടുന്നത്. സത്യത്തിൽ ഈ ഒരു നീക്കം സൂചിപ്പിക്കുന്നത് ബ്രിട്ടൻ എത്രമാത്രം മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറാൻ പോകുന്നു എന്നതാണ്. ഗൾഫ് രാജ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ വിസയുടെ കോപ്പി കൂടെ കൊണ്ടു നടക്കണമെന്ന്. കാരണം എപ്പോൾ വേണം ചെക്കിങ് വരാം, കാണിച്ചില്ല എങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഒരിക്കലും ഗൾഫ് നാട്ടിൽ താമസിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയുക, കാരണം ഇങ്ങനെയാണോ അവിടുത്തെ നിയമം എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള അങ്ങനെയാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഐസ് എന്ന പേരിൽ നടക്കുന്ന ഒരു കോലാഹലങ്ങളെല്ലാം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഇവിടെയും വരാൻ പോവുകയാണോ, അതാണോ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്തായാലും ഈ സമ്മറിലാണ് ലേബർ പാർട്ടി ഈ ഒരു പ്ലാൻ അവതരിപ്പിക്കാൻ പോകുന്നതെന്നാണ് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ NHS ആപ്പ് പോലെ ഒരു ആപ്പ്, അതാണ് ഇവർ പറയുന്ന കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഏത് ഉറക്കത്തിൽ എണീറ്റാലും നമുക്ക് കാണിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സർവേ പ്രകാരം ഇവിടുത്തെ 80% ജനങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് സർക്കാർ അല്ലെങ്കിൽ ലേബർ പാർട്ടി അവകാശപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ 18 വർഷമായിട്ട് ഇവിടെ പുതിയ ജോലിക്ക് കയറുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ മാത്രമാണ് എനിക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ എവിടെയും കാണിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അല്ലാതെ ഈ സാധനങ്ങൾ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ല. അതാണ് നിലവിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും അറിയാം, അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ കാര്യങ്ങൾ മാറിയേക്കാം. വഴിയിൽ തടഞ്ഞു നിർത്തി നമ്മുടെ പാസ്പോർട്ട് എവിടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രിട്ട് ആപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ID എവിടെ എന്നൊക്കെ ചോദിക്കുന്ന കാലം വന്നേക്കാം. അതെ, ബ്രിട്ടൻ മാറുകയാണ്, അടിമുടി മാറുകയാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.